പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറെ കൈപുണ്യം ഉള്ള വ്യക്തികളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കുന്ന നക്ഷത്ര ജാതകർ. ഇവർ എന്തു ചെയ്താലും അത് നൂറുമേനി വിജയിക്കാതെ പോകില്ല. സർവ ഐശ്വര്യങ്ങൾ കൊണ്ട് വരും ദിവസങ്ങളിൽ ഈ നക്ഷത്ര ജാതകർ നേടിയെടുക്കുന്ന നേട്ടങ്ങളും ഇവർക്ക് ലഭിക്കുന്ന ഇവരുടെ പ്രവൃത്തികളുടെ ഫലവും എന്തൊക്കെയെന്ന് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ തന്നെ ഒന്ന് പരിചയപ്പെടാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു. നമുക്കാദ്യം തന്നെ നോക്കാം രോഹിണി നക്ഷത്ര ജാതകരെക്കുറിച്ച്. ഐശ്വര്യം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇവരുടെ ജീവിതത്തിൽ. ഇവർ എന്തു പ്രവൃത്തി ചെയ്താലും അത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. വരും ദിവസങ്ങളിൽ സാമ്പത്തികമായിട്ട് ചെയ്യുന്ന എല്ലാ ഇടപാടുകളും ലാഭത്തിൽ എത്തിച്ചേരും. കർമ്മമേഖലയിൽ ഒരു സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങൾ മെയ് മാസം 30-നുള്ളിൽ ഇവർക്ക് ഉണ്ടാകും. വിട്ടുവീഴ്ച മനോഭാവത്തോടെയുള്ള പെരുമാറ്റം കുടുംബത്തിൽ സന്തോഷത്തിനും ഐക്യത്തിനും കാരണമാകും. ബന്ധുക്കളെ കൊണ്ട് ചില ഐശ്വര്യമായിട്ടുള്ള കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ നടക്കാൻ സാധ്യതകൾ കൂടുതലാണ്. വിവാഹ വിഷയങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകും. കലാരംഗത്ത് ശോഭിക്കപ്പെടും. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾക്കായിട്ട് ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരും. ധനപരമായ തീരുമാനങ്ങളിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കും. അന്യദേശത്ത് ഭൂമി ഇടപാട് നടത്തുന്നവർക്ക് പ്രതീക്ഷയിൽ കവിഞ്ഞ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. വ്യാവസായിക മേഖലയിൽ അടുക്കും ചിട്ടയും വരുത്തും. പ്രണയവിവാഹ യോഗവും വരും ദിവസങ്ങളിൽ ഉണ്ട്. സ്ഥാനക്കയറ്റത്തിൽ വിവാദം ഒഴിവാക്കണം. സന്താന ഭാഗ്യം പ്രതീക്ഷിക്കാം. അന്യദേശത്ത് നിന്ന് ശുഭവാർത്ത പ്രതീക്ഷിക്കാം. സന്താനത്തിന് സാങ്കേതിക മേഖലയിൽ തൊഴിൽ സാധ്യതയും കാണുന്നുണ്ട്. ഇവർ ദോഷപരിഹാരാർത്ഥം ഭദ്രകാളിക്ക് രക്തപുഷ്പാർച്ചന, കടുംപായസം സുബ്രഹ്മണ്യ സ്വാമിക്ക് ഭസ്മാഭിഷേകം, ശ്രീകൃഷ്ണന് തുളസിമാല, പാൽപ്പായസം, അഷ്ടലക്ഷ്മി യന്ത്രം വീട്ടിൽ വെച്ച് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാനും ഈ നക്ഷത്ര ജാതകർ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഇവരുടെ തൊഴിൽ മേഖല ഇവരുടെ കൈപുണ്യം കൊണ്ട് 100% വിജയത്തിലേക്കെത്തുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കുകയും ചെയ്യും. ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കാനാകുന്ന പല പദ്ധതികളും രൂപീകരിക്കാൻ സാധിക്കും. അതിരുകടന്ന ആത്മവിശ്വാസം അബദ്ധങ്ങൾക്ക് കാരണമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ജാമ്യം നിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി നിൽക്കണം. പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കൃഷിയിൽ നിന്നും കന്നുകാലികളിൽ നിന്നും ചില നേട്ടങ്ങൾ ഉണ്ടാകും. വിദ്യാഭ്യാസ മേഖലയിൽ ഉള്ളവർക്ക് ഉന്നതി ഉണ്ടാകും. വായ്പ കുടിശ്ശിക അടച്ചു തീർക്കുന്നതിന് സാവകാശം ലഭിക്കുന്നതാണ്. ആധുനിക ചികിത്സകളിൽ ഉപരിപഠന യോഗം. കലാരംഗത്ത് സഹകരണം വർദ്ധിക്കും. ഇറക്കുമതി രംഗത്ത് പൂർവാധികം ശക്തമായി പ്രവർത്തിക്കും. പൊതുരംഗത്ത് എതിർപ്പ് അതിജീവിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ ഇവർക്ക് നിഷ്പ്രയാസം സാധിക്കും. അംഗീകാരങ്ങൾക്ക് വേണ്ടി ഉയർന്ന വ്യക്തികളെ സമ്മർദ്ദം ചെലുത്തേണ്ടതായിട്ട് വരും. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മുന്നേറ്റവും ഉപരിപഠനത്തിന് വാശിയും കൂടുന്ന സാധ്യതകൾ കാണുന്നുണ്ട്. ഈ നക്ഷത്ര ജാതകർ ദോഷപരിഹാരത്തിന് ശിവന് ജലധാര, കുവളമാല, ശ്രീകൃഷ്ണന് വെണ്ണ നിവേദ്യം, വേട്ടയ്ക്കൊരു മകന് അർച്ചന, ഹാരം, വിദ്യാർത്ഥികൾ സരസ്വതി യന്ത്രം ധരിക്കുന്നതും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വിദ്യാരാജഗോപാലാർച്ചന നടത്തുന്നതും ഉത്തമമായിരിക്കും. ഇനി പൂയം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ചെയ്യാത്ത കുറ്റത്തിൽ നിന്ന് ആരോപണമുക്തനായിട്ട് മുന്നോട്ട് വരാൻ ഇവർ
ശ്രമിക്കും, അത് വിജയിക്കുകയും ചെയ്യും. ക്രമക്കേട് കാണിക്കുന്ന ജീവനക്കാർക്കെതിരെ ശിക്ഷാ നടപടികൾ എടുക്കേണ്ടതായിട്ട് വരും. അതുമൂലം ശത്രുക്കൾ വർദ്ധിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നാഡീരോഗങ്ങൾ മൂലമുള്ള ക്ലേശങ്ങൾ കുറഞ്ഞു തുടങ്ങും. മനസ്സ് തളർന്നു പോകുന്ന സാഹചര്യത്തിൽ സന്താനങ്ങളുടെ സാന്നിധ്യം ആശ്വാസമേകും. ഉദ്യോഗം ഉപേക്ഷിച്ച് ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അതും 100% ഇവർക്ക് യോജിക്കുന്ന ഒന്ന് തന്നെയാണ്. തുടർന്ന് വരുന്ന തൊഴിൽ രംഗത്ത് ഉന്നതി പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങളാണ്. പ്രവർത്തന മേഖലയിൽ വിശേഷ അംഗീകാരവും പ്രശസ്തിയും ലഭിക്കും. ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും പ്രമാണം തിരിച്ചെടുക്കും. കായിക രംഗത്ത് മികച്ച നേട്ടം കൈവരിക്കാനാകും. വാഹനം മുഖേന ആദായം ഉണ്ടാകും. സന്താനത്തിന് ദൂരദേശത്തു നിന്നും മേന്മയുള്ള വിവാഹബന്ധം. ജീവിത പങ്കാളിക്ക് അപ്രതീക്ഷിത ധനാഗമം. പുത്തൻ ഗൃഹം സ്വന്തമാക്കാനും അവസരമുണ്ട്. ദോഷപരിഹാരമായിട്ട് ഹനുമാൻ സ്വാമിക്ക് വടമാല അർച്ചന, ശങ്കരനാരായണന് നെയ്വിളക്ക്, ദുർഗാക്ഷേത്രത്തിൽ പാൽപായസം, ദേഹരക്ഷയ്ക്കായിട്ട് ദുർഗാ യന്ത്രം ധരിക്കുന്നതും ഇവർക്ക് കൂടുതൽ നേട്ടങ്ങൾ സമ്മാനിക്കും. ഇനി മകം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഇവരുടെ കൈപുണ്യം കൊണ്ട് വിജയസാധ്യതകൾ ഇവർ നേടിയെടുക്കും എന്നുള്ളത് ഉറപ്പാണ്. ഗുരുതുല്യവരായവരുടെ ആശീർവാദത്തോടെ പ്രവർത്തന മേഖലയിൽ ശോഭിക്കാനും ഇവർക്ക് സാധിക്കും. ഉന്നത വ്യക്തികളുമായിട്ട് സമൂഹത്തിൽ ഏർപ്പെടും. ഇത്തരം സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സൗഹൃദങ്ങൾ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ ഇവരെ സഹായിക്കും. ഭാഗ്യദേവതയുടെ അനുഗ്രഹവും ഈ കാലഘട്ടത്തിൽ ഉണ്ട്. പുതിയ കരാറുകളിൽ ഒപ്പുവെക്കാൻ അവസരം ലഭിക്കും. ഭക്ഷണക്രമത്തിൽ ശ്രദ്ധ പുലർത്താൻ ഒന്ന് നോക്കുക. പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ നല്ല സമയമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് സമയം അനുയോജ്യമാണ്. വിവാഹ കാര്യങ്ങൾക്കും കാര്യം അനുകൂലം. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരത്തിന് അർഹതയുണ്ട്. വിവാഹ കാര്യത്തിലുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. പുനർവിവാഹത്തിനും സാധ്യത കാണുന്നുണ്ട്. പുതിയൊരു വാഹനം വാങ്ങാൻ സമയം അനുകൂലമാണ്. മാസാവസാനത്തിൽ അലഞ്ഞുതിരിയലിന് സാധ്യതയുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒന്ന് ശ്രദ്ധ വേണം. സാമ്പത്തിക കാര്യത്തിൽ മാസാവസാനം കൂടുതൽ അച്ചടക്കം പാലിക്കുക. ചിലവ് അധികരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കൃഷിയിൽ നിന്നും നേട്ടം. വളർത്തുമൃഗങ്ങൾക്ക് രോഗം വരാതെ ശ്രദ്ധിക്കുക. ഇവർ ദോഷപരിഹാരമായിട്ട് സർപ്പക്കാവിൽ 100 പാലും, ഹനുമാന് വെറ്റിലമാല, ശിവന് ജലധാര, ശാസ്താവിന് നീരാജനം എന്നിവ കഴിപ്പിക്കുക. അഘോര യന്ത്രം ദേഹരക്ഷയ്ക്കായിട്ട് ധരിക്കുന്നതും ഗുണം ചെയ്യുന്നതായിരിക്കും. ഇനി പറയേണ്ട ഭാഗ്യശാലികൾ ചിത്തിര നക്ഷത്ര ജാതകരാണ്. പൈതൃക സ്വത്ത് അനുഭവിക്കാനുള്ളൊരു യോഗം വരും ദിവസങ്ങളിൽ ഉണ്ട്. പലരിൽ നിന്നും അപ്രതീക്ഷിത സാമ്പത്തിക സഹായങ്ങളും ഉണ്ടാകും. അകന്നു കഴിയുന്ന പങ്കാളികൾ അടുക്കുവാനുള്ള സാഹചര്യം സംജാതമാകും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം. അശരണർക്ക് സാന്ത്വനവും സഹായവും ചെയ്യുന്നത് മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. മുടങ്ങിക്കിടന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ നല്ല സമയമാണ്. യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നതിൽ മികവ് പ്രകടിപ്പിക്കാൻ സാധിക്കും. അപ്രതീക്ഷിത സ്ഥാനക്കയറ്റം ഉണ്ടാകും. ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ മറികടക്കും. മാനസിക സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെടാതിരിക്കുക. അപകടം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഒഴിഞ്ഞു പോകും. ഈ നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് കുടുംബദേവതാ ദർശനവും വഴിപാടും നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി തൃക്കേട്ട നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഇവരുടെ ഐശ്വര്യം കൊണ്ട് ഒരേ സമയം ചെയ്യുന്ന പല കാര്യങ്ങളും വിജയത്തിലേക്ക് കടക്കുന്നതാണ്. വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് സംഘടനാ പ്രവർത്തനങ്ങളിൽ മേൽക്കൈ നേടാൻ ആകും. നഷ്ടപ്പെട്ട ധനമോ സമ്പത്തോ കൈവശമാകും. തൊഴിൽ അധിഷ്ഠിത പാഠ്യപദ്ധതികളിൽ ചേരാനുള്ള അവസരം വന്നു ചേരും. കലാരംഗത്ത് അവസരങ്ങൾ വർദ്ധിക്കും. വാഹനയോഗം കാണുന്നുണ്ട്. ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകൾ ഒഴിവായി കിട്ടും. ജാഗ്രത പാലിക്കണം. പുതിയ അറിവുകൾ നേടാനായി പരിശ്രമിക്കുക. പരോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഇത് ഏറെ ഗുണം ചെയ്യും.
അതോടൊപ്പം തന്നെ ഊഹക്കച്ചവടത്തിൽ നിന്ന് ഒരു ധനലാഭവും പ്രതീക്ഷിക്കാം. മാനസിക സമ്മർദ്ദങ്ങൾ വിട്ടൊഴിയുകയും ചെയ്യും. ഇവർ ദോഷപരിഹാരം ആയിട്ട് പൗർണമി തോറും ദുർഗാക്ഷേത്രത്തിൽ പാൽപ്പായസം നടത്തി പ്രാർത്ഥിക്കുക.